രേണുവിനെതിരെ ക്രൂശിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു മറുപടിയാണ് രേണു സോഷ്യൽ മീഡിയയിലൂടെ നൽകിയിരിക്കുന്നത്. രേണുവിനെതിരെ പറയുകയും കൃത്യമായി രേണുവിനെതിരെ ഫേക്ക് വാർത്തകൾ നൽകുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് രേണു ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. രേണുവിനെതിരെ കൃത്യമായി തെളിവുകളില്ലാതെ സംസാരിക്കുകയും രേണുവിനെയും രേണുവിന്റെ കുടുംബത്തെയും മോശം പറയുകയും ചെയ്ത ഒരു വ്യക്തിക്കെതിരെ ഇപ്പോൾ പരാതി നൽകുകയും ആ യൂട്യൂബറെ പോലീസ് നേരിട്ട് വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് രേണു തന്നെ ഇപ്പോൾ പറയുന്നത്. ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിലിരുന്ന് എന്തും പറയാമെന്ന് നിങ്ങൾ കരുതിയോ? എന്നെക്കുറിച്ച് പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നിങ്ങൾ തിരക്കിയോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇത് പലർക്കുമുള്ളൊരു താക്കീതാണ് എന്ന് രേണു പറയുന്നു. ദൈവമുണ്ട്, അതാണ് ഇതിൻ്റെ അർത്ഥമായി ഞാൻ കുറിക്കുന്നത്. ദൈവത്തിനാണ് ഇതിൻ്റെ മറുപടി കൊടുക്കേണ്ടത്. നിങ്ങൾ ഒരാളെ ക്രൂശിക്കുമ്പോൾ നിങ്ങൾ അയാൾക്കല്ല മറുപടി നൽകേണ്ടത്. ദൈവം നിങ്ങളോട് ഓരോ കാര്യങ്ങളും ചോദിക്കും, അതിന് വേണം നിങ്ങൾ മറുപടി നൽകാൻ. ഇങ്ങനെയാണ് രേണു സംസാരിക്കുന്നത്. രേണുവിൻ്റെ സംസാരത്തിലൂടെ തന്നെ പ്രേക്ഷകർ ഇതെല്ലാം കേൾക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ വാക്കുകളെക്കുറിച്ച് സംസാരിക്കുകയും പ്രേക്ഷകരുടെ വളരെയധികം തന്നെയുള്ള നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ സ്നേഹത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളായി ഇത് മാറ്റുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുണ്ടെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും സാധിക്കുന്നുണ്ട്. ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നു. ആരാധകർ വളരെയധികം രേണുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പണ്ട് ഹേറ്റ് പറഞ്ഞവർ അല്ലെങ്കിൽ രേണുവിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞവർ രേണുവിൻ്റെ വീഡിയോയ്ക്കായും രേണുവിൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഫണ്ടിനായും ഒക്കെ ഒപ്പം നിൽക്കുന്നുണ്ട്. യൂട്യൂബ് വരുമാനത്തിലൂടെ തനിക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസ താൻ നേടുമെന്ന് രേണു പറഞ്ഞിരുന്നു. അതിലൂടെ തന്നെ നേടട്ടെ എന്ന് കരുതി ഇപ്പോൾ എല്ലാവരും രേണുവിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. എല്ലാവരും ആ സന്തോഷം എടുത്തു പറയുകയും ചെയ്യുന്നു. ഇപ്പോഴിതാ രേണുവിനെതിരെ ഫേക്ക് വാർത്തകൾ പ്രചരിപ്പിച്ച യൂട്യൂബറെയും കൂടി പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഇത് രേണുവിൻ്റെ വിജയമായി തന്നെ ഞങ്ങൾ കാണുന്നുവെന്ന് പ്രേക്ഷകർ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. രേണുവിന് തോന്നിയ ആ ഒരു സന്തോഷം ഞങ്ങൾക്കും തോന്നുന്നുണ്ട്. രേണുവിനെതിരെ മോശം പറയുകയും തെളിവുകളില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊരു മറുപടി തന്നെ ആയിരിക്കണം എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം. ആരാധകരെല്ലാവരും സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെയാണ് ഇത് നിൽക്കുകയും പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെ വളരെ കൃത്യമായി ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ആരാധകർക്ക് ഇത് വളരെയധികം സ്നേഹമാണ് എന്നും പ്രേക്ഷകർ പറയുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ കൃത്യമായി പറയാം. ഓരോ തവണയും പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ ഒരു വാർത്തയെപ്പറ്റി എന്നത് തന്നെ നമ്മൾ കൃത്യമായി പറയുന്നതിനോടൊപ്പം ഏറ്റെടുക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.